കോട്ടപ്പടി മോർണിംഗ് പ്രീമിയർ ലീഗിൻ്റെ സീസൺ 5 ഫൈനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഫൈനലിൽ ഏറ്റുമുട്ടുന്നു ബോയ്സ് ആർമിയും MNCC-യും. ടോസ് നേടി ബോളിംഗ് തിരഞ്ഞെടുത്തിരിക്കുകയാണ് MNCC. MNCC-ക്ക് വേണ്ടി ബോൾ ചെയ്യാനെത്തുന്നു അജിൻ ഗോപി. സ്ട്രൈക്ക് ചെയ്യുന്നത് ബിനീഷ്. നോൺ സ്ട്രൈക്ക് എൻഡിൽ അരുൺ ശിവ. 10 ഓവർ മാച്ചിൽ അജിനെ സ്ട്രൈക്ക് ചെയ്യുന്നു അരുൺ ശിവ. ഒരു ഷോർട്ട് ബോളായിരുന്നു, അതിനെ പുൾ ചെയ്തുകൊണ്ട് സിക്സിലോട്ട് എത്തിക്കുകയാണ് അരുൺ ശിവ. വളരെ നല്ലൊരു ഷോട്ടായിരുന്നു അരുൺ ശിവയുടെ. അജിൻ്റെ ഓവറിൽ ബിനീഷ് സ്ട്രൈക്ക് ചെയ്യുന്നു. ഒരു ഓഫിലോട്ടൊരു റൺസ്. അടുത്ത ഓവറിൽ എത്തുന്നു അരവിന്ദ് തമ്പി. അരവിന്ദിൻ്റെ നല്ല ഓവറായിരുന്നു. മൂന്നാമത്തെ ഓവറിൽ വീരു ക്യാപ്റ്റൻ്റെ ആദ്യ ബോൾ തന്നെ ബിനീഷ് ഓഫിലോട്ട് ഒരു സിംഗിൾ നേടിയിരിക്കുന്നു. സ്ട്രൈക്ക് ചെയ്യുന്നു അരുൺ ശിവ ആ ബോളിനെ പിക്ക് ചെയ്യുന്നു. സ്ട്രൈക്കിലോട്ട് തന്നെ സിക്സ് അടിച്ചിരിക്കുകയാണ്. അടുത്ത ബോൾ ഫേസ് ചെയ്യുകയാണ്. ഓഫിലോട്ട് സിക്സ് അടിക്കാനുള്ള ശ്രമം, അത് കൈപ്പിടിലൊതുക്കി അരുൺ ശിവയുടെ വിക്കറ്റ് വീണിരിക്കുന്നു. ബോയ്സ് ആർമിയുടെ ആദ്യ വിക്കറ്റ് അരുൺ ശിവയുടെ വിക്കറ്റ് വീണിരിക്കുന്നു. നെക്സ്റ്റ് ബാറ്റ്സ്മാൻ മുജി. അടുത്ത ബോളർ അഖിൽ കുട്ടു വളരെ നല്ല രീതിയിൽ തന്നെ ബോൾ എറിഞ്ഞ് മാറുകയാണ്. കോട്ടപ്പടിയുടെ സ്റ്റാർ സ്ട്രൈക്കർ മുജിക്ക് ആ ബോളൊന്നും ചെയ്യാൻ സാധിച്ചില്ല. വളരെ നല്ല രീതിയിൽ തന്നെ അഖിൽ ആ ഓവറിൽ എറിഞ്ഞ് തീർക്കുകയാണ് MNCC-ക്ക് വേണ്ടി. വീണ്ടും എറിയാനെത്തുന്നു അരവിന്ദ് തമ്പി. മുജിയുടെ ഒരു ഹെലികോപ്റ്റർ ഷോട്ട്, അത് സിംഗിൾ കലാശിക്കുന്നു. വീണ്ടും മുജി കറക്റ്റായിട്ട് തന്നെ അരവിന്ദിൻ്റെ ആ ഷോർട്ട് ബോളിനെ പിക്ക് ചെയ്ത് സിക്സ് അടിച്ചിരിക്കുകയാണ്. വീണ്ടും മുജി ഫുൾ ടോസ് ബോൾ ഓഫിലോട്ട്. ഹ്യൂജ് സിക്സ് ആയിരുന്നു. ഒരു ലൈറ്റ് കട്ടിലുള്ള സിക്സ് അടിക്കാനുള്ള ശ്രമത്തെ കൈപ്പിള്ളൊതുക്കുകയാണ്. മുജിയുടെ വിക്കറ്റ് വീണിരിക്കുന്നു. അടുത്ത് അജീഷ്. നോ ബോളായിരുന്നു. അജീഷും ബിനീഷും അഖിലിൻ്റെ ഓവർ സ്ട്രൈക്ക് ചെയ്യുകയാണ്. വളരെ നല്ല രീതിയിൽ തന്നെ ലെഗ് സൈഡിൽ പിക്ക് ചെയ്തുകൊണ്ട് അഖിലിൻ്റെ ഓവർ സിക്സ് അടിച്ചിരിക്കുകയാണ്. അടുത്ത ഓവർ എത്തുന്നു AKRൻ്റെ ഫസ്റ്റ് ബോൾ തന്നെ അജീഷ് ഓഫിലോട്ട് അരവിന്ദിൻ്റെ മുകളിലൂടെ സിക്സ് അടിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ബോൾ സ്ട്രൈക്ക് ചെയ്യുന്നു അജീഷ്. വീണ്ടും ഷോർട്ട് ബോൾ, അതിനെ ലെഗ് സൈഡ് സിക്സ് അടിച്ചിരിക്കുകയാണ്. ദെൻ ലോങ് ഓഫിന് മുകളിലൂടെ സിക്സ്. ഈ ഓവറിൽ 3 സിക്സ് അടിച്ചിരിക്കുകയാണ് നിലവിൽ. വീണ്ടും സ്ട്രൈറ്റിന് മുകളിലൂടെ ഒരു സിക്സ് അടിച്ചിട്ടുണ്ട്. അവർ 4 സിക്സാണ് അജീഷ് അടിച്ചത്. അടുത്ത ബോൾ എത്തുന്നു റഷീദ് MNCC-ക്ക് വേണ്ടി. ബിനീഷിൻ്റെ ഓഫിലോട്ടൊരു കട്ടിങ്. റഷീദിൻ്റെ ബോൾ ഫേസ് ചെയ്യുന്നു ബിനീഷ്. വളരെ കൃത്യമായി തന്നെ ഓഫിലോട്ട് ഒരു ഫ്ലാറ്റ് സിക്സ് അടിച്ചിരിക്കുകയാണ് ബിനീഷ്. അടുത്ത ബോൾ ഫേസ് ചെയ്യുന്നു. അത് ഫേസ് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ കുറ്റി തെറിച്ചിരിക്കുകയാണ് റഷീദിൻ്റെ അതിമനോഹരമായൊരു ബോൾ. അടുത്ത ബോൾ എത്തുന്നു വീരു ക്യാപ്റ്റൻ. ഒരു ലെങ്ത് ബോൾ എന്ന് പറയാൻ സാധിച്ചില്ല, അതിനെ ലെഗ് സൈഡിൽ പിക്ക് ചെയ്തിരിക്കുന്നു ബിനീഷ്. വളരെ നല്ല രീതിയിൽ തന്നെ ബിനീഷ് ബോയ്സ് ആർമിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നു. വീണ്ടും ഒരു സിക്സ് കൂടി. വീണ്ടും അതൊരു ക്യാച്ചിനുള്ള അവസരമായിരുന്നു, നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ബിനീഷിൻ്റെ. റഷീദിൻ്റെ ഓവർ, അവസാന ഓവർ ഫേസ് ചെയ്യുന്നു എബിൻ. അതൊരു നല്ലൊരു ലോങ് സിക്സ് ആയിരുന്നു. അവസാന ബോൾ ഫേസ് ചെയ്യുന്നു ബിനീഷ്. അത് ഡോട്ട് അല്ല, അത് ബൈ സിംഗിൾ എടുത്തിരിക്കുകയാണ്. ആദ്യ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ ബോയ്സ് ആർമി 10 ഓവറിൽ 142 റൺസാണ് എടുത്തിരിക്കുന്നത്, 3 വിക്കറ്റ് നഷ്ടത്തിൽ. അപ്പോൾ MNCC-ക്ക് ജയിക്കാൻ 143 റൺസ്, 60 പന്തിൽ 143 റൺസാണ് ഫൈനലിൽ ജയിക്കാൻ MNCC-ക്ക് വേണ്ടത്. അപ്പോൾ അടുത്ത ഇന്നിങ്സിൽ നമുക്ക് നോക്കാം MNCC കവർ ചെയ്യോ ഇല്ലയോ നമുക്ക് നോക്കാം. MNCC-ക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ എത്തുന്നു അജിനും സന്ദീപും. ബോൾ ചെയ്യാൻ എത്തുന്നു അനന്തു GS. അനന്തുവിൻ്റെ ബോൾ ഫസ്റ്റ് ബോൾ തന്നെ ഓഫിലോട്ട് സിംഗിൾ നേടിയിരിക്കുകയാണ്. ഉയർത്തിയടിക്കാനുള്ള ശ്രമത്തിൽ സന്ദീപിൻ്റെ വിക്കറ്റ് വീണിരിക്കുകയാണ്. എബിൻ ക്യാച്ച് വളരെ നല്ല തന്നെ പിടിച്ചിരിക്കുന്നു. അടുത്ത് ഫേസ് ചെയ്യാനെത്തുന്നു AKR. ഒരു സിംഗിൾ റൺ. അനന്ത് വളരെ നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്യുകയാണ്. അനന്തിൻ്റെ അടുത്ത ബോൾ അജിൻ വളരെ നല്ല രീതിയിൽ തന്നെ പിക്ക് ചെയ്തുകൊണ്ട് അടിച്ചിരിക്കുകയാണ്. അനന്തിൻ്റെ അടുത്ത ബോൾ സിംഗിൾ ഇട്ട് മുജി അത് 4 പോയാൽ തടയുന്നിരിക്കുകയാണ്. അടുത്ത ഓവറിൽ അരുൺ ശിവയുടെ ഫസ്റ്റ് ബോൾ തന്നെ വളരെ നല്ല രീതിയിൽ പിക്ക് ചെയ്തുകൊണ്ട് അജിൻ. വീണ്ടും 6 കൂടി അജിൻ ശിവയുടെ ഓവറിൽ. വീണ്ടും 3ാമത്തെ 6 കൂടി അടിച്ചിരിക്കുകയാണ് അരുൺ ശിവയുടെ ഓവറിൽ. അടുത്ത ബോൾ എത്തുന്നു എബിൻ ബോയ്സ് ആർമിക്ക് വേണ്ടി. അതൊരു 6 ആയിരുന്നു AKRൻ്റെ. അടുത്ത ബോൾ 6 അടിക്കാനുള്ള ശ്രമത്തിൽ അതിമനോഹരമായ ഒരു ക്യാച്ചായിരുന്നു, ഡൈവിങ് ക്യാച്ച് പോൾവിൻ്റെ വക. അതിമനോഹരമായ ക്യാച്ച്, അത് ഫുൾ ഡൈവിങ്. അത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു ഡൈവിങ് ക്യാച്ചിലൂടെ ഒരു വിക്കറ്റ് എടുത്തിരിക്കുകയാണ്. AKRൻ്റെ വിക്കറ്റ് വീണിരിക്കുകയാണ് MNCC-യുടെ. അടുത്ത് ഫേസ് ചെയ്യാത്തുന്നു അഖിൽ കുട്ടു. അത് അടിക്കാനുള്ള ശ്രമം, സിംഗിൾ നേടിയിരിക്കുകയാണ്. അജിൻ ഫേസ് ചെയ്യുന്നു പോൾവിൻ്റെ ആദ്യത്തെ ബോൾ തന്നെ 6 അടിച്ചിരിക്കുകയാണ് ലെഗ് സൈഡിലോട്ട് അജിൻ നല്ല ടച്ചിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഒരു 6 കൂടി MNCC-ക്ക് വേണ്ടി.
തൻ്റെ ഒറ്റയാൾ പോരാട്ടം പുറത്തെടുത്തിരിക്കുകയാണ് അജിൻ. കുട്ടുവിൻ്റെ വക 6 അടിക്കാനുള്ള ശ്രമം, സിംഗിൾ ആണ് നേടിയത്. ബോളിനകത്തുനിന്ന് മുജിയുടെ റിട്ടേൺ ക്യാച്ച് ബോൾ ആൻഡ് കോട്ടിലൂടെ കുട്ടുവിൻ്റെ വിക്കറ്റ് വീണിരിക്കുകയാണ്. അടുത്തത് ബോണി ഫസ്റ്റ് ബോൾ തന്നെ ബോളിൻ്റെ വിക്കറ്റ് വീണിരിക്കുന്നു. അടുത്ത് ഹരി, പെരുമ്പാവൂരിൻ്റെ സ്വന്തം ഹരി ബാറ്റിംഗ് എത്തുന്നു. അത് ഡോട്ട് ബോൾ. ദെൻ പോൾവിൻ വീണ്ടും എത്തുന്നു. പോൾവിൻ്റെ ബോളിൽ 6 അടിക്കാനുള്ള ശ്രമം, സിംഗിൾ നേടുകയാണ് അജിൻ. വീണ്ടും ഒരു സിംഗിൾ കൂടി നേടിയിരിക്കുന്നു. വീണ്ടും അജിൻ്റെ വിക്കറ്റ്. പോൾവിൻ്റെ രണ്ടാമത്തെ ഒരു ചാൻസ്, ഒരു ഡൈവിംഗ് ക്യാച്ച്. മുജിയുടെ ഓവർ. മുജി കൊട്ടപ്പടിയുടെ ബെസ്റ്റ് ബാറ്റ്സ്മാൻ മുജി ബോളിങ്ങിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. മുജിയുടെ ഓവറിൽ അടിക്കാൻ ശ്രമിക്കുന്നു അജിൻ. ഹരിയുടെ അടി, അത് എബിൻ തടഞ്ഞിരിക്കുകയാണ്. അവിടെ നിലയിൽ തന്നെ 4 സേവ് ചെയ്തിരിക്കുകയാണ് എബിൻ. അത് ഡബിൾ ഓടിയിരിക്കുകയാണ്. റണ്ണിനുള്ള ചാൻസ്. അടുത്ത ബോളിൽ എത്തുന്നു എബിൻ, ഫേസ് ചെയ്യുന്നു അജിൻ. എബിൻ്റെ ഫസ്റ്റ് ബോൾ തന്നെ ലോങ് ഓണിന് മുകളിലൂടെ 6 അടിച്ചിരിക്കുകയാണ് അജിൻ. സെക്കൻഡ് ബോൾ ഹരിയാണ് എൻ്റെ വക ഒരു അതിമനോഹരമായ 6. എബിൻ്റെ ഓവർ. അരുൺസിയുടെ കയ്യിൽ നിന്ന് ഡ്രോപ്പ് ആയിരിക്കുകയാണ് ഹരിയാൻ്റെ ഓവർ. ഒരു ക്യാച്ച് ഔട്ട്. ദെൻ അജിൻ്റെ വക 6 കൂടി. അടുത്ത ബോളിൽ എത്തുന്നു അരുൺ ശിവ. ഹരിയാന അതിന് ഓഫ് ഫീൽഡിന് മുകളിലോട് 6 അടിച്ചിരിക്കുകയാണ്. വീണ്ടും അരുൺ ശിവയുടെ ഓവറിൽ അതിമനോഹരമായ ഒരു 6 ഓഫിലോട്ട് തന്നെ ക്ലാസിക് ഷോട്ടിലോട്ട് 6 അടിയിരിക്കുകയാണ്. ലാസ്റ്റ് ഓവർ എറിയാനെത്തിരിക്കുന്നു ബിനീഷ്. ആദ്യ ബോൾ 6 അടിച്ചു. ദെൻ അജിൻ ഔട്ടായിരിക്കുകയാണ്. റഷീദ് ഫേസ് ചെയ്യുന്നു. റഷീദിൻ്റെ 6 അടിക്കാനുള്ള ശ്രമം ഫോർവേഡ് കലാശിക്കുന്നു. വീണ്ടും അതിമനോഹരമായ 6. വിജയലക്ഷ്യം. കളി അവസാനിച്ചിരിക്കുമ്പോൾ ബോയ്സ് ആർമി വിജയിച്ചിരിക്കുകയാണ് 6 റൺസിന്. 136 റൺസാണ് MNC സ്കോർ ചെയ്യാൻ സാധിച്ചത്. കോട്ടപ്പടി ലീഗിൻ്റെ ഫൈനൽ അങ്ങനെ ബോയ്സ് ആർമി വിൻ ചെയ്തിരിക്കുകയാണ്. 5ാമത്തെ സീസൺ ബോയ്സ് ആർമി വളരെ നല്ല രീതിയിൽ തന്നെ വിജയിച്ചിരിക്കുന്നു. പ്രാവശ്യത്തെ വിന്നർ ബോയ്സ് ആർമി, റണ്ണറപ്പ് MNCC. ധാരാളം ട്രോഫികളും കിട്ടി, ധാരാളം പ്ലേയേഴ്സിന് കിട്ടിയിരിക്കുകയാണ്. KMPL സീസൺ 5 റണ്ണറപ്പ് MNCC. KMPL സീസൺ 5 വിന്നേഴ്സ് ബോയ്സ് ആർമി. താങ്ക് യു.